ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ ബീജമന്ത്രങ്ങളുടെ ശക്തി. അതെ, ബീജമന്ത്രങ്ങൾ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ചിന്താധാരകൾ, ചിന്തകൾ ബീജം ആണ്. ബീജം എന്നാൽ വിത്തുകൾ. ഓരോ വിത്തിനുള്ളിലുമാണ് ആയിത്തീരേണ്ട ഫലമൂലാദികളിരിക്കുന്നത്. അപ്പം നിരവധിയായ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. താപസശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ തൻ്റെ മനോമുഖരത്തിൽ ചിന്തനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സ്ഥിരമായ രീതിയിൽ അത് ആവാഹിച്ചു കൊണ്ട് നടന്ന് തപസ് പോലെ തന്നെ എത്തിക്കുമ്പോഴാണ് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തത്. കഴിവതും ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള, അറിവിന് വേണ്ടിയിട്ടുള്ള തപസ്സായിരുന്നു. ഇന്ന് നാം ഇപ്പം ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ നാനാവിധമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ആഗ്രഹങ്ങൾക്ക് പുറകെ ഇങ്ങനെ പായുമ്പം പലപ്പോഴും ഓരോന്ന് നേടുമ്പോഴും വീണ്ടും വീണ്ടും നേടുവാനുള്ള വ്യഗ്രതയിൽ സത്യത്തിൽ ജീവിക്കുന്നില്ല. അപ്പം ഇവിടെയാണ് ഈ ബീജമന്ത്രങ്ങളുടെയൊക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ബീജം എന്നാൽ വിത്ത്. നമ്മളിലൂടെ കടന്നു പോകുന്ന ധാരധാരയായ ചിന്തകൾ തന്നെയാണ് വിത്തുകളെന്ന് പറയുന്നത്. അതിനെ വളരെ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സങ്കല്പം അത് പിന്നീട് നടപ്പിലാകുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്ര ഉച്ചാരണത്തിലൂടെ, തപസ്സിലൂടെയൊക്കെ ആദ്യകാലം മുതൽ മനുഷ്യൻ ഇത് ഉപയോഗിച്ചിരുന്നു. മന്ത്രം എന്നാ പറയുക. ഒരുപാട് ആശയങ്ങളെയല്ല, ആ ആശയങ്ങൾക്കുള്ളിൽ ക്രോഡീകരിച്ചെടുത്ത ഷോർട്ട് വേഡ്സുകളാണ് മന്ത്രം. അത് മനസ്സിൽ ത്രാണനം ചെയ്യുമ്പോൾ മനനാൽ ത്രായതേ ഇരി മന്ത്ര. ത്രം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളെ വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഉള്ളിൽ കൊണ്ടു നടന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ആത്മാവിലേക്ക് പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ബീജമന്ത്രത്തിലൂടെ, ബീജമന്ത്ര ധാരണത്തിലൂടെ, ചെയ്തികളിലൂടെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്കറിയാം, മനുഷ്യൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നിടം വരെ ചിന്തകളൊരു പ്രഹേളിയാണ് പോകുന്നത്. അതിൽ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മുടെ ആരോഗ്യമാകാം, സന്തോഷമാകാം, സംതൃപ്തിയാകാം. ഇതെല്ലാം എന്താണോ നമുക്ക് വേണ്ടത് അതിനെ കൃത്യമായ രീതിയിൽ ഒരു സ്ലോട്ടായി ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ബീജമന്ത്രമാകുന്നത്. ഇതിന് പണ്ട് തൊട്ട് ഋഷീശ്വരന്മാർ പല വാക്കുകളും സ്ഥിരമായി കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി ഉപയോഗിച്ച് പോന്നിരുന്നു. അത് നമുക്ക് സമാജത്തിലേക്ക് നൽകിയിരുന്നു. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് സ്വിച്ച് വേർഡ് എന്ന് പറയും. സ്വിച്ച്, ഒരു സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വലിയൊരു യന്ത്രത്തെ പോലും കൺട്രോൾ ചെയ്യുന്നത്, അത് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഡിവൈസാണ്, ഉപകരണമാണ് സ്വിച്ച്. ആ സ്വിച്ചിന് തന്നെ നമ്മൾ പറയുമ്പം അത് ഇംഗ്ലീഷിലാണ് പറയുന്നത്, പക്ഷേ മലയാളത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൈർഘ്യമുള്ളതാണ് ആ വാക്ക്. വിദ്യുച്ഛക്തി, വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെയാണ് പറയുക. അപ്പം അതിനെ ചുരുക്കി സ്വിച്ച് എന്നാക്കി. ആ ഒരു സ്വിച്ച് ഇടുമ്പോൾ അത് കത്തുകയും ചെയ്യും, കെടുത്തുകയും ചെയ്യും. ചില വാക്കുകൾ നമ്മളൊന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൻ്റെ മാറ്റം വരാറുണ്ട്. ഉദാഹരണം, അപകടം അല്ലെ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു അപകടാവസ്ഥ വരികയാണ്. അല്ലെങ്കിൽ സൂര്യോദയം എന്ന് പറയുമ്പോൾ, സൺറൈസ് എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ഷിഫ്റ്റിങ് വരികയാണ്. ഇതേപോലെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ബീജമന്ത്രം ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ചെറിയ തോതിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അശുഭകരമായ വാക്കുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. അത് നെഗറ്റീവ് ഡയറക്ഷനുള്ളൂ. എപ്പോഴും പറയാറുണ്ട്, ചിന്തിച്ചവിടെ നാശം, നാശം, നശിച്ചു, പൊളിച്ചു. ഇതിങ്ങനെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പറയുന്ന സ്വിച്ച് വേർഡാണ്, ബീജമന്ത്രമാണ്. പലരും അവനവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല ഈ ബീജമന്ത്രങ്ങൾ ഉപയോഗിക്കാറുള്ളത്. എപ്പോഴും തൻ്റെ കഷ്ടതകളും ദുരിതങ്ങളും നിരന്തരം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതും ബീജമന്ത്രമാണ്. അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന നമ്മുടെ ആത്മാവിലേക്ക് സ്വാംശീകരിക്കുന്നതുകൊണ്ട് തന്നെ അത് ശരിയും തെറ്റും അറിയില്ല. അപ്പം ബീജമന്ത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ, റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള അർത്ഥം അത് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത് അപകടത്തിലേക്കും പോകുന്നു. നമ്മൾ പലപ്പോഴും കാഷ്വലായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിട്ടയോടുകൂടിയുള്ള ആധ്യാത്മികതയിലുള്ള ചില
രീതികളൊക്കെ പണ്ട് തൊട്ടേ വെച്ച് പുലർത്തിയിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആത്മീയതയിൽ അധിഷ്ഠിതമായ ചില ജീവിത ശൈലികളുണ്ട്. അതിൽ നമ്മൾ ഉപാസനകൾ പലതും എടുക്കാറുണ്ട് ആൾക്കാർ. നമ്മൾ ശീലിക്കാറുണ്ട് ഉപാസനകൾ. എന്ന് പറഞ്ഞാൽ ആസന എന്ന് ഇരുത്തുക, അടുത്തിരുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ അടുത്തിരുത്തിക്കൊണ്ട് ത്രാണം ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വളരെ കൃത്യമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷോർട്ട് സജഷൻസ്, അതാണ് ബീജമന്ത്രം. അത് പണ്ടൊക്കെ സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ വളരെ ഫാസ്റ്റ് യുഗമാണ്, സ്പീഡ് യുഗമാണ്. നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള പോസിറ്റീവ് സജഷൻസ് റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും കൊടുക്കാൻ സാധിച്ചാൽ അതൊരു ബീജമന്ത്രമായി തന്നെ നമ്മുടെ ആത്മാവിലേക്ക് അത് കോപ്പി ചെയ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നേടാം. അതിനെന്ത് വേണം? ഒരു ചിട്ട വെക്കാൻ സാധിക്കണം. ഒരു ഉപാസന സമ്പ്രദായം, ശീലം വെച്ച് പുലർത്താൻ സാധിക്കണം. ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്, പല ആധ്യാത്മികതയിലുള്ളതും കണ്ടിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം അറിയില്ല. അവിടെയാണ് പ്രശ്നം. എല്ലാ മതങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ചാൻറ്റിങ് ബീഡ്സിന് ചാൻറ്റ് ചെയ്യും. ഇസ്ലാം മതത്തിലായിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ, ഹൈന്ദവ മതത്തിലായിക്കോട്ടെ, ഒരു ജപമാല പലരും കൈകൊണ്ട് നടക്കുന്നുണ്ടല്ലേ. അതിൽ ജപിക്കുന്നത് മൂലമന്ത്രമാണ്, അല്ലെങ്കിൽ ഈ ബീജമന്ത്രങ്ങളാണ്. അത് സ്ഥിരമായി ഒരേപോലെയുള്ള മന്ത്രം അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിന് ശാന്തിയും അതിൻ്റെ തത്വം അറിഞ്ഞു പോയാൽ അഭിവൃദ്ധി ഉണ്ടാകും. പലരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം കിട്ടുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള സയൻസ് അറിയാതെയാണ് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. മുമ്പേ നടന്നു പോയവർ നമുക്ക് കാട്ടിത്തന്നു, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മാറി വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സയൻസ് അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ബീജമന്ത്രം ഡെയിലി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ആയിട്ട് പറയാം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ജപമാല ആയിക്കോട്ടെ അത് കയ്യിലെടുക്കുക. നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തുടർന്നോളൂ. അതോടൊപ്പം തന്നെ ഒരു 4 വാക്കുകൾ കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും ഓരോ ബീഡ്സിലും പിടിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. മനസ്സ് ഏകാഗ്രമാക്കുക. നല്ലതുപോലെ ഒരു ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഓരോ ബീഡ്സിലും പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ആരോഗ്യത്തെ അനുഭവിക്കുന്നു, എൻ്റെ സ്ഥായി ഭാവം സന്തോഷമാണ്, ഞാൻ ശാന്തിയാണ്, ഞാൻ അഭിവൃദ്ധിയാണ്. ഈ 4 കാര്യങ്ങൾ ഓരോ ബീഡ്സിലും വളരെ ശ്രദ്ധയോടെ ഏകാഗ്രമായി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബീഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും സമയം മറ്റു ചിന്തയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളിലേക്ക് കൊടുക്കുന്ന ബീജമന്ത്രമാണ്. നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് ലോജിക്ക് എന്ന് പറയുന്ന സംഗതിയില്ല, പക്ഷേ ശക്തനാണ്, സർവ്വശക്തനാണ്. ഈ ആത്മാവ് പരമാത്മാവുമായിട്ട് കണക്റ്റഡ് ആണ്. ഊർജ്ജം എന്ന് പറയാം. ഊർജ്ജത്തെ മാത്രം നമുക്ക് മുറിക്കാൻ പറ്റില്ല, വിഭജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രങ്ങൾ ഭഗവാനിലേക്ക് എത്തി അത് തിരികെ ലഭിക്കണമെങ്കിൽ ചില ചിട്ട നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തർക്കും സ്വന്തമായ ഒരു ബീജമന്ത്രം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത് അത് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് വരും ദിനങ്ങളിൽ ഈ മന്ത്രശക്തിയിലൂടെ തന്നെ അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ആത്മീയകഥകളിലെ ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.